നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. 2 തവണയായി ജനിച്ച 2 കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടി എന്നാണ് സംശയം. ലിഷോ ഈ വിവരങ്ങളുമായുണ്ട്. ലിഷോ, എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്? നാട്ടുകാർ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ? ഇവരെങ്ങനെയാണ് അവിവാഹിതരാണെന്ന് പറയുന്നു, എങ്ങനെയാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത്, എന്താണ് ഇവരുടെ പശ്ചാത്തലം, എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഇവരൊരുമിച്ച് ജീവിക്കുകയല്ല. അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ തന്നെ തുടക്കം. ഈ ആമ്പലൂർ സ്വദേശിയായ ഭവിൻ എന്ന് പറയുന്ന 25 വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ അസ്ഥികൂടങ്ങളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. കുഞ്ഞിന്റെ അമ്മ ഈ വെള്ളിക്കുളങ്ങര സ്വദേശിയായ അനീഷ ആണെന്നാണ് ഈ യുവാവ് പോലീസിനോട് പറഞ്ഞത്. അനീഷയുമായി ഫേസ്ബുക്കിലൂടെയാണ് ഇയാൾ പരിചയപ്പെട്ടത്. അതിനുശേഷം ഇവർ തമ്മിൽ പരസ്പരം സൗഹൃദത്തിലാവുകയും പിന്നീട് അതൊരു മറ്റൊരു തലത്തിലേക്കുള്ള ബന്ധമാവുകയും ചെയ്തു. പിന്നീട് 2021 ഈ യുവതിയെ ആദ്യമായി പ്രസവിക്കുന്നത്. ആദ്യ പ്രസവം 2021 അത് സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ വെച്ചായിരുന്നു ഈ പ്രസവം നടന്നത്. പ്രസവത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് ഈ ഭവിനെ അറിയിച്ചത്. തുടർന്ന് ഈ യുവതിയുടെ തന്നെ വീടിന്റെ പറമ്പിൽ തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. അപ്പോൾ ഭവിൻ പറഞ്ഞു, ഈ മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി കുഞ്ഞിന്റെ അസ്ഥി എടുക്കണം, അസ്ഥി പറക്കി വെക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അസ്ഥി ഭവിനെ കൈമാറുകയും ചെയ്തു. രണ്ടാമത്തെ പ്രസവം നടന്നത് 2024 ഇതും ഈ യുവതിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവം നടന്നത്. ഈ യുവതിയുടെ മുറിക്കുള്ളിൽ വെച്ചാണ് പ്രസവം നടന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ പ്രസവത്തിന് ശേഷം ഒരു ആൺകുഞ്ഞായിരുന്നു. ആ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ പിന്നീട് കുഞ്ഞ് മരിച്ചുപോയി എന്ന് തന്നെയാണ് പിന്നീട് ഭവിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ ഭവിന്റെ വീട്ടിലേക്ക് ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായി ഈ യുവതി എത്തുകയായിരുന്നു. അതിനുശേഷം ഈ ഭവിനോട് ഇപ്പം ഈ 2021 ആദ്യത്തെ പ്രസവം, ഇപ്പോൾ 25 വയസ്സാണ് ഭവിനെങ്കിൽ അന്ന് ഭവിന്റെ വയസ്സ് 21 ആദ്യത്തെ പ്രസവം നടക്കുന്ന സമയത്ത്. അപ്പൊ അനീഷയുടെ പ്രായം എന്താണ്? പ്രായപൂർത്തിയായിരുന്നു അനീഷയ്ക്ക്. അനീഷയുടെ വീട്ടിൽ ആരും, അച്ഛനും അമ്മയും മറ്റാരും ഇല്ലേ? ഇവരുടെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ചൊന്നും തന്നെ ഇതുവരേക്കും പോലീസ് പുറത്തുവിട്ടിട്ടില്ല വിവരങ്ങൾ. ഇവരുടെ പേരും മറ്റ് കാര്യങ്ങളും മാത്രം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇവരുടെ വീട്ടിലെ അവസ്ഥയും എന്താണ്, വീട്ടിലുള്ള സ്ഥിതിഗതികൾ എന്നുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം ഇത് വലിയ ഞെട്ടലോടെയാണ് ഈ പോലീസുകാർ തന്നെ കേൾക്കുന്നത്. കാരണം 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പുലർച്ചെ 2 മണിക്ക് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് വരികയാണ്. ഈ യുവാവ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് കേട്ടപ്പോൾ പോലീസുകാർ തന്നെ ഞെട്ടുകയാണ് ചെയ്തത്. കാരണം ഇത് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. പിന്നീട് ഈ യുവതിയെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനും മനസ്സിലായത്. എന്തായാലും ഇപ്പോഴും ഇവർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്. 2 പേരെയും ഇപ്പോഴും ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഈ എസ്റ്റിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്? അക്കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരേക്കും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ, എന്താണ് ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള എന്താണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിന് ശേഷം വിശദമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഈ 2 കുട്ടികളുടെ മരണം അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതെന്നുള്ളതാണ്. കാരണം ഇത് ഈ പ്രസവത്തിൽ മരിച്ചതാണോ അല്ലെങ്കിൽ മറ്റ് ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടി ഈ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയം. ഈ 2 കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിലൂടെയും ആണ് ഈ കണ്ടെത്താൻ. മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണോ കസ്റ്റഡിയിൽ, അതോ ഈ യുവാവിന്റെ മാതാപിതാക്കളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അല്ല, അതായത് ഈ കുഞ്ഞുങ്ങളുടെ, അതായത് ഈ ഭവിനും അതുപോലെ തന്നെ അനീഷയുമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ 2 പേരുടെയും കുഞ്ഞുങ്ങളാണ്. അതായത് ഈ 2 പേർ, 25 വയസ്സുള്ള യുവാവും 22 വയസ്സുള്ള യുവതിയും, ഈ 2 പേരാണ് നിലവിൽ പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അല്ല, ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ ചിലപ്പോൾ വീട്ടിൽ മറ്റാളുകളില്ലേ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഉള്ളതല്ലേ? പോലീസ് അവരെ ചോദ്യം ചെയ്തോ?
ഇല്ല, ആ ഘട്ടത്തിലേക്കൊന്നും കടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ വിവരം പുറത്തു വന്നിട്ടുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരാരും തന്നെ അധികം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കുന്നില്ല. കാരണം ഇതിലെല്ലാത്തിലും ഒരു വ്യക്തതയാണ് വരേണ്ടത്. ഇത് ആദ്യം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുവരേക്കും എന്തായാലും നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടിയോ ഒരു വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇതൊക്കെ തന്നെ നമുക്ക് ഈ മറ്റ് ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളാണ്. ഈ സംഭവം നടന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം 2020 ഇവർ രണ്ടുപേരും ഫേസ്ബുക്ക് മുഖാന്തരം പരിചയപ്പെടുന്നത്. പിന്നീട് സൗഹൃദത്തിലാവുകയായിരുന്നു. അതിനുശേഷമുള്ള കാലയളവിലാണ് 2 പ്രാവശ്യം യുവതി ഗർഭിണിയായത്.